Hello students, ഇന്ന് നമുക്ക് 3.4 the series solution method നോക്കാം. ഈ മെത്തേഡ് പുതിയൊരു മെത്തേഡാണ്. വോൾട്ടേറ ഇൻറ്റഗ്രൽ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഉള്ള സീരീസ് സൊല്യൂഷൻ മെത്തേഡാണ്. ഓരോ മെത്തേഡും യൂസിങ് ദിസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ മെത്തേഡിൽ തന്നെ ചെയ്യണം. സോൾവ് എന്നും പറഞ്ഞ് ഇൻറ്റഗ്രൽ ഇക്വേഷൻസ് തരുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന മെത്തേഡ് വെച്ചിട്ട് ചെയ്യാം. പക്ഷെ ഇന്ന പെർട്ടിക്കുലർ മെത്തേഡ് എന്ന് പറയുമ്പോൾ ആ മെത്തേഡിൽ തന്നെ ചെയ്താലേ മാർക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ ഈ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ തൊട്ട് മുമ്പത്തെ ചാപ്റ്ററിൽ പഠിച്ചിട്ടില്ല. അപ്പോൾ ഇതൊരു പുതിയ മെത്തേഡാണ്. അവിടെ നമ്മൾ ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ മെത്തേഡാണ് പഠിച്ചത്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ഡയറക്റ്റ് കമ്പ്യൂട്ടേഷൻ മെത്തേഡ് ഇതിലില്ല. സീരീസ് സൊല്യൂഷൻ മെത്തേഡാണ് പഠിക്കാനുള്ളത്. വോൾട്ടേറ ഇൻറ്റഗ്രൽ ഇക്വേഷൻ. അപ്പോൾ സീരീസ് സൊല്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സീരീസ് ഉണ്ടാവും അല്ലേ? അപ്പോൾ ആ സീരീസ് എന്ന് പറഞ്ഞാൽ ഇത് ആപ്ലിക്കബിൾ ആവുന്നത്, ഈ മെത്തേഡ് ആപ്ലിക്കബിൾ ആവുന്നത് യു ഓഫ് എക്സിനെ നമുക്ക് ടൈലേഴ്സ് എക്സ്പാൻഷൻ വെച്ചിട്ട് എഴുതാൻ പറ്റണം അറ്റ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ ടൈലേഴ്സ് എക്സ്പാൻഷൻ വെച്ച് അറ്റ് എക്സ് ഈക്വൽ ടു 0 എന്ന് പറയുമ്പോൾ നമുക്ക് ആ സീരീസ് യു ഓഫ് എക്സിനെ സീരീസിലോട്ട് കൺവേർട്ട് ചെയ്യാം. സമ്മേഷൻ n equal to 0 to infinity an x raised to n. അപ്പോൾ ഇതാണ് നമ്മൾ സീരീസ് സൊല്യൂഷൻ മെത്തേഡ് എന്ന് പറയുമ്പം തന്നേക്കുന്ന അതായത് യു ഓഫ് എക്സിനെ നമ്മൾ ടൈലേഴ്സ് എക്സ്പാൻഷൻ അറ്റ് എക്സ് ഈക്വൽ ടു 0യുടെ ഫോമിൽ എഴുതുന്നു. ഇത്ര ഓർത്തിരിക്കുക. യു ഓഫ് എക്സ് ഈക്വൽ ടു സബ്സ്റ്റിറ്റ്യൂട്ട് യു ഓഫ് എക്സ് ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an x റേസ് ടു n ഇൻ നമ്മുടെ വോൾട്ടേറ ഇക്വേഷനിൽ. ഇനി വോൾട്ടേറ ഇക്വേഷൻ എന്തുവായിരുന്നു? യു ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു എക്സ് കെ എക്സ് ടി യു ടി ഡി ടി. അപ്പോൾ നോക്കുക, ഇവിടെ യു ഓഫ് എക്സ് ഉണ്ട് അല്ലേ? ആ യു ഓഫ് എക്സിന് നമ്മൾ എന്താ കൊടുത്തേക്കുന്ന സീരീസ് എക്സ്പാൻഷൻ എഴുതണം. അപ്പോൾ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an x റേസ് ടു n ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു എക്സ് കെ എക്സ് ടി. ഇനി യു ഓഫ് ടിക്കും നമ്മൾ ആ സീരീസ് എക്സ്പാൻഷൻ അതായത് സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an t റേസ് ടു n ഡി ടി അല്ലേ? ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് ചെയ്തേക്കുന്ന ഇതിനെ നമ്മൾ സീരീസിൻ്റെ ഫോമിൽ എഴുതി ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ലാംഡ ഇൻറ്റഗ്രൽ 0 ടു എക്സ് കെ എക്സ് ടി. ഇതിനെയും സമ്മേഷനായിട്ട് അതായത് സീരീസിൻ്റെ ഫോമിൽ എഴുതിയിട്ട് ഓരോ ടേമിനെയും ഈ ടേമുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയേക്കുവാണ്. അപ്പം നമുക്ക് ഇനി ഇതിനെപ്പറ്റി ഡീറ്റെയിൽഡ് പറയണ്ട, നമുക്കൊരു പ്രോബ്ലം നോക്കാം. അപ്പോൾ പ്രോബ്ലത്തിനകത്ത് ഇങ്ങനെ ഒരു സീരീസ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിനകത്ത് A0 A1 A2 എക്സെട്ര ടേംസ് ഉണ്ടാവും അല്ലേ? ഈ അൺനോൺ ടേംസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുക. വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് നമ്മൾ യു ഓഫ് എക്സിനകത്ത് A0 A1 A2 എക്സെട്രയ്ക്കകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ. മനസ്സിലായോ? പ്രോബ്ലം ചെയ്യുമ്പോൾ കുറെ കൂടെ ക്ലിയർ ആവും. Solve u of x equal to 1 plus integral 0 to x t minus x u of t dt by series solution method. u of x equal to given equation എഴുതുക. ഇനി u of x ന് എന്ത് കൊടുക്കണം? സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an x റേസ് ടു n ഈക്വൽ ടു ബാക്കി ടേംസ് അതുപോലെ യു ഓഫ് ടി വരുന്നിടത്ത് ഇവിടെ സമ്മേഷൻ n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി an t റേസ് ടു n ഡി ടി. ഇനി സമ്മേഷൻസ് രണ്ട് എക്സ്പാൻഡ് ചെയ്തു. A0 പ്ലസ് A1x പ്ലസ് A2x സ്ക്വയർ പ്ലസ് A3x ക്യൂബ് പ്ലസ് എക്സെട്ര ഈക്വൽ ടു 1 പ്ലസ് ഇൻറ്റഗ്രൽ 0 ടു എക്സ് ടി മൈനസ് എക്സ് ഇൻറ്റു ഈ സമ്മേഷനെ സീരീസ് ഫോമിൽ എഴുതുമ്പോൾ A0 പ്ലസ് A1t പ്ലസ് A2t സ്ക്വയർ പ്ലസ് എക്സെട്ര ഇൻറ്റു ഡി ടി. മനസ്സിലായോ? ഇനി നമ്മൾ ഈ ഇൻറ്റഗ്രേഷനകത്തുള്ള ഇപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് സിംപ്ലിഫിക്കേഷനും ഇൻറ്റഗ്രേഷനും അത് കഴിഞ്ഞ് പിന്നെ സിംപ്ലിഫൈ ചെയ്ത് റിസൾട്ട് കൊടുക്കണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇവിടെ മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്താൽ ആൻസർ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേഷനകത്ത് ടി മൈനസ് എക്സ്, അപ്പോൾ ടി കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം ടേംസ് എല്ലാം, അതുപോലെ തന്നെ മൈനസ് എക്സും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ടി കൊണ്ടെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ A0 ടി പ്ലസ് A1 ടി സ്ക്വയർ പ്ലസ് A2 ടി ക്യൂബ്
പ്ലസ് a3t4 പ്ലസ് എക്സെട്ര. ഇനി മൈനസ് എക്സും കൊണ്ട് ഈ ടേംസ് എല്ലാം മൈനസ് എക്സ് എ നോട്ട് ഇതുണ്ട് ഇവിടെ മൈനസ് എക്സ് എ നോട്ട് മൈനസ് എക്സ് എ വൺ ടി മൈനസ് എക്സ് എ ടു ടി സ്ക്വയർ മൈനസ് എക്സെട്ര അല്ലേ ഈക്വൽ ടു 1 പ്ലസ് ഇനി ഇൻറ്റഗ്രേറ്റ് ചെയ്യുവാണ് ടേംസ് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എ നോട്ട് കോമൺ വരുന്ന ടേംസ് എല്ലാം ഒന്നിച്ച് എഴുതുക. എ വൺ കോമൺ വരുന്നത് അത് എഴുതി ആ എ നോട്ടിൻ്റെ ടേം വന്നേക്കുന്നതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് എഴുതി കഴിയുമ്പോൾ അതെന്ന് പറയുന്നത് ഈ ഫോമിൽ വരും. അതായത് 1 മൈനസ് എ നോട്ട് എക്സ് സ്ക്വയർ ബൈ 1 ഇൻറ്റു 2 മൈനസ് എക്സ് ക്യൂബ് എ വൺ ബൈ 2 ഇൻറ്റു 3 സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് അതിനെ സമ്മേഷൻ്റെ ഫോമിൽ എഴുതി n ഈക്വൽ ടു 0 ടു ഇൻഫിനിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നതാണ്. എ എൻ എക്സ് റേസ് ടു n പ്ലസ് 2 ബൈ n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 2. ഇനി നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഇവിടെ സമ്മേഷൻ്റെ ഇത് സീരീസ് ഫോമിൽ എഴുതി ഈക്വൽ ടു ഇതും സീരീസ് ഫോമിൽ എഴുതിയേക്കുന്നത് എ നോട്ട് എ ടുവിൻ്റെ വാല്യൂസ് എല്ലാം കണ്ടുപിടിക്കാൻ വേണ്ടിയാണ്. ഇപ്പോൾ ഈ സ്റ്റെപ്പ് എഴുതാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് എഴുതി പോകാമായിരുന്നു. അപ്പോൾ എ നോട്ട് 1 ആണ്. എ നോട്ട് അതായത് ഇവിടെ വരുന്ന എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എക്സെട്ര ഈ ഫോമിലാണ് വരുന്നത്. അപ്പം ഞാൻ ഇവിടോട്ട് എഴുതാം എ നോട്ട് പ്ലസ് എ വൺ എക്സ് പ്ലസ് എ ടു എക്സ് സ്ക്വയർ പ്ലസ് എ ത്രീ എക്സ് ക്യൂബ് പ്ലസ് എക്സെട്ര അല്ലേ. അപ്പോൾ എ നോട്ട് എന്ന് പറയുന്നത് കോൺസ്റ്റൻറ്റ് ടേം, ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് ടേം ഇസ് 1. അപ്പോൾ എ നോട്ട് ഈക്വൽ ടു 1. അടുത്ത എ വൺ എക്സ് അല്ലേ, എക്സിൻ്റെ കോയിഫിഷ്യൻ്റ് ഇവിടെ 0യാണ്. അപ്പോൾ എ വണ്ണിൻ്റെ ടേം എന്തായി 0. എ ടു എക്സ് സ്ക്വയർ എക്സ് സ്ക്വയറിൻ്റെ ടേം ഇവിടെ ഇവിടോട്ട് ചെയ്യാം. എ ടു എക്സ് സ്ക്വയറിൻ്റെ ടേം ഇവിടെ വരുമ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ മൈനസ് എ നോട്ട് ബൈ 1 ഇൻറ്റു 2 മൈനസ് എ നോട്ട്. അപ്പോൾ മൈനസ് എ നോട്ടിൻ്റെ വാല്യൂ 1 ബൈ 1 ഇൻറ്റു 2. അടുത്ത എ ത്രീ എന്ന് പറയുന്നത് എക്സ് ക്യൂബിൻ്റെ ടേം ഇതാണ്. എ വൺ അവിടെ 0യാണ് അല്ലേ, നമുക്ക് തൊട്ട് മുമ്പ് എഴുതി എ വൺ ഈക്വൽ ടു. അപ്പോൾ ഈ ടേം എന്തായി പോകും 0 ആവും. ദാറ്റ് ഈസ് എ ത്രീയുടെ വാല്യൂ എന്തുവാ 0. എ ഫോർ എക്സ് റേസ് ടു 4ൻ്റെ ടേം എക്സ് റേസ് ടു 4ൻ്റെ ടേം ഇതാണ്. എക്സ് റേസ് ടു 4ൻ്റെ ടേം എന്ന് പറഞ്ഞാൽ മൈനസ് എ ടു ബൈ 3 ഇൻറ്റു 4 വിച്ച് ഈസ് ഈക്വൽ ടു എ ടു എന്ന് പറയുന്നത് മൈനസ് 1 ബൈ 1 ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് അല്ലേ. അപ്പോൾ 1 ബൈ 1 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4. അപ്പോൾ 4 ഫാക്ടോറിയൽ. എ 4 വന്നപ്പോൾ 1 ബൈ 4 ഫാക്ടോറിയൽ. എ 5 വരുമ്പോൾ ഓൾ ടേംസ് എല്ലാം 0 ആവുകയാണ് അല്ലേ. എ 6 വരുമ്പോൾ ഓൾട്ടർനേറ്റ് പോസിറ്റീവ് നെഗറ്റീവ് വരും. അപ്പോൾ മൈനസ് 1 ബൈ 6 ഫാക്ടോറിയൽ. അപ്പം നമുക്ക് ആ യു ഓഫ് എക്സിനകത്ത് ഇട്ട് കൊടുക്കുമ്പോൾ ഇതാണ് വരുന്നത് അല്ലേ. ഇത് ഇങ്ങനെ എഴുതണമെന്നില്ല. എന്നും മീൻസ് ഇത് നമ്മൾ എഴുതിയേക്കുന്നത് ഓഡ് ടേംസ് വരുന്നത് 0യും ഈവൻ ടേംസ് വരുന്നത് മൈനസ് 1 റേസ് ടു n ബൈ 2n ഫാക്ടോറിയൽ ഇൻ ദ nth ടേം എഴുതിയേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ യു ഓഫ് എക്സ് ഈക്വൽ ടു 1 മൈനസ് 1 ബൈ 2 ഫാക്ടോറിയൽ എക്സ് സ്ക്വയർ പ്ലസ് 1 ബൈ 4 ഫാക്ടോറിയൽ എക്സ് റേസ് ടു 4 മൈനസ് 1 ബൈ 6 ഫാക്ടോറിയൽ എക്സ് റേസ് ടു 6 എന്ന് പറയുന്നത് ഏതിൻ്റെ എക്സ്പാൻഷനാണ് കോസ് എക്സ്. അപ്പോൾ ഇവിടുത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ യു ഓഫ് എക്സ് ഈക്വൽ ടു കോസ് എക്സ്. സിമ്പിളാണ്. 3 to 4 മാർക്സിൻ്റെ ഇത് ചോദിക്കാം. അപ്പോൾ 10 മാർക്കിൻ്റെതിനകത്ത് ഇത് ഒരു 3 മാർക്ക് 4 മാർക്ക് വലുതായിട്ട് മെത്തേഡ് ചെയ്യാനുള്ളതിന് നമുക്ക് അതനുസരിച്ചുള്ള മാർക്ക്. ഓക്കെ, ബാക്കിയുള്ള പ്രോബ്ലംസ് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കാം. മെത്തേഡ് മനസ്സിലായല്ലോ. ഓക്കെ, താങ്ക് യു.